പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിങ്ങവനത്താണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു ന്യൂസ് കൊടുത്തായിരുന്നു. ചിങ്ങവനം സ്വദേശിയായ വാലുപറമ്പിൽ ജോയി എന്നയാളെ പറ്റിയുള്ള ന്യൂസ്. മെഡിക്കൽ കോളേജിന് പോയ ആൾ എത്തപ്പെട്ടത് ഡൽഹിയിലാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വിവരം അറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്താണ് വന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഈ വീട്ടിൽ ഒരാൾ താമസിച്ചു എന്ന് പറയുന്നത് വലിയ അതിശയമാണ്. കാരണം അത്രയ്ക്കും മോശപ്പെട്ട അവസ്ഥയിലാണ്. ഞാൻ അങ്ങോട്ട് കയറാൻ ഒരുങ്ങിയപ്പോൾ സമീപവാസികൾ പറഞ്ഞു, അങ്ങോട്ട് കയറരുത്, മുഴുവൻ കാട് പിടിച്ച് കിടക്കാണ്, പാമ്പിൻ്റെ ശല്യമുണ്ടെന്ന്. ഇത് ചിങ്ങവനം ജംഗ്ഷനാണ്. അദ്ദേഹം പറഞ്ഞ അഡ്രസ്സും പ്രകാരം ചിങ്ങവനം റെയിൽവേ ട്രാക്കിനടുത്ത് ചാലിയമ്പള്ളി എന്നാണ് അതിൽ കൊടുത്തിരുന്നത്. പക്ഷേ അത് ശാലയമ്പള്ളിയാണ്. വാലുപറമ്പിൽ ജോയി. അപ്പം ചിങ്ങവനത്തു നിന്ന് നമ്മൾ പരുത്തുംപാറ റൂട്ടിലാണ് പോയിരുന്നത്. റെയിൽവേ മേൽപ്പാലത്തിന് തൊട്ട് ഇടതുവശത്തായിട്ടാണ് ശാലയമ്പള്ളി. ഈ ഇടത് സൈഡിലാണ് ഈ കാണുന്നതാണ് ശാലയമ്പള്ളി. ഈ ശാലയമ്പള്ളിയുടെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീടെന്നാണ് പറഞ്ഞതെല്ലാം അഡ്രസ്സെല്ലാം കറക്റ്റായിരുന്നു. അപ്പം ഈ ജംഗ്ഷൻ്റെ അവിടുന്ന് വലത്തോട്ട് റോഡുണ്ട്. ആ റോഡ് സൈഡിലാണ് അദ്ദേഹം താമസിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് നമ്മൾ പോസ്റ്റ് ഇട്ടത് പ്രകാരം ഒരുപാട് ആൾക്കാരാണ് ചിങ്ങവനത്തുനിന്ന് നമ്മളുമായിട്ട് വിളിക്കുകയും ഒരുപാട് മെസ്സേജ് വരികയൊക്കെ ചെയ്തത്. അപ്പോൾ ഇവരുടെ ബന്ധുക്കളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ 1-2 പേരാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോഴത്തേന് ഇവിടെ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിട്ടൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് ചിങ്ങവനം പരുത്തുംപാറ റൂട്ടിൽ സ്വല്പം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കടയുണ്ട്. കടയോട് ചേർന്ന് തന്നെ വലത്തോട്ടൊരു റോഡുണ്ട്. ഈ റോഡ് വഴി സ്വല്പം മുന്നോട്ട് പോയാൽ മതി. ഈ വഴിയാണ്. ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. പക്ഷേ വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞായിരുന്നു വീടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതാണ് അദ്ദേഹം താമസിക്കുന്ന വീട്. ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത് വളരെയേറെ ദുഷ്കരമാണ്. ഇതിൻ്റെ അകത്തൊരാൾ താമസിക്കുക എന്ന് പറയുന്നത് അതിലും വലിയ അതിശയമാണ്. കാരണം ഇതിന് മേൽക്കുരയോ ഒന്നുമില്ല. ഇതിൻ്റെ അകത്തോട്ട് ഒരു വിധത്തിലും കയറാൻ മേലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവിടെയുള്ളവരെല്ലാം പറഞ്ഞു ഇതിൻ്റെ അകത്ത് പാമ്പിൻ്റെ ശല്യമുണ്ട്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇതിൽ ഒരു വിധത്തിലും ഈ വീടിൻ്റെ ആ പരിസരത്തോട്ടൊന്നും ചെല്ലാൻ പറ്റുമല്ലാത്തൊരവസ്ഥയിലാണ്. ഇവിടെ അദ്ദേഹം മാത്രമാണ് താമസിക്കുന്നതെന്നാണ് അറിഞ്ഞത്. ബന്ധുക്കളായിട്ട് ഭാര്യയോ പിള്ളേരോ അങ്ങനെയുള്ളവരൊന്നും ഇല്ലതായിട്ടാണ് അറിയാൻ സാധിച്ചത്. സഹോദരങ്ങളുണ്ട്, അവർ പാത്താമുട്ടത്താണ്. അദ്ദേഹം ചിങ്ങവനം ടൗണിൽ ഓരോ ഹോട്ടലിലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ വിറക് കയറി കൊടുക്കുകയും ഓരോരോ ചെറിയ പണിയെടുത്താണ് കഴിയുന്നത്. ഇത് ഇവരുടെ കുടുംബവീതമാണെന്ന് അറിയാൻ സാധിച്ചത്. അതുകൊണ്ടാണ് പിന്നീട് ഇതിനിട്ട് മെയിൻ്റനൻസ് വർക്കുകളോ ഒന്നും നടന്നിട്ടില്ല. വളരെയേറെ പരിതാപകരമാണ് ഈ വീടിൻ്റെ അവസ്ഥ. ഏത് നിമിഷവും നിലം പൊത്താവുന്ന പരുവത്തിലാണ്. പുതുപ്പള്ളിയിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പെങ്ങൾ ഡൽഹി നേഴ്സാണ്. അങ്ങനെയാണ് എനിക്ക് ഈ വിവരം കിട്ടിയത്. അതും പ്രകാരം ന്യൂസ് കൊടുത്ത് അന്ന് വൈകിട്ട് തന്നെ അദ്ദേഹവുമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഒരുപാട് പേര് വിളിച്ചായിരുന്നു. വിളിച്ചവർക്കും ഷെയർ ചെയ്തവർക്കും മെസ്സേജ് ഇട്ടവർക്കും എല്ലാം ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ആളെ പറ്റിയുള്ള പൂർണ്ണ വിവരം അറിയാൻ സാധിച്ചു. അപ്പം ഞാൻ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേന് നാട്ടിൽ നിന്ന് അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ ചെന്നെങ്കിലും ഇങ്ങോട്ട് വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജാണ്. അപ്പോൾ അതുമായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇട്ടെങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടി ആരും തയ്യാറായില്ല. കാരണം ഞാനിവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ആരെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് ആരുടെയും ഡീറ്റെയിൽ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചിങ്ങവനത്ത് വന്നത്. ഞാൻ പരിസരവാസികളോടൊക്കെ ഇദ്ദേഹത്തെ പറ്റി തിരക്കി. ഇദ്ദേഹം മിക്കപ്പോഴും ചില സമയത്ത് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ, രാത്രി മാത്രമേ ഇവിടെ വന്ന് കിടക്കാറുള്ളൂ എന്നറിഞ്ഞത്. ഇപ്പോൾ കടത്തിണ്ണയിലുമൊക്കെ മിക്കപ്പോഴും കിടക്കുകയൊക്കെയാണ്. പിന്നെ ഈ പുള്ളിയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഈ വാർഡിലെ മെമ്പർക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പഞ്ചായത്ത് മെമ്പർ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. ജോസ് പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ ആളാണ്.
കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ വാർഡ് 36-ാം വാർഡാണിത്. അപ്പം അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവരുടെ ബന്ധുക്കളുമായിട്ട് ഉടൻ തന്നെ അദ്ദേഹം ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇതിലൊരു പ്രധാനപ്പെട്ട ആളുണ്ട്, അദ്ദേഹത്തെ ഡൽഹിക്ക് വിടാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഞായറാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇതാണ് പഞ്ചായത്ത് മെമ്പറുടെ വീട്. അദ്ദേഹത്തെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഏതെങ്കിലും അഭയമന്ദിരത്തിലോ നവജീവനിലോ എത്തിക്കാനുള്ള നടപടികൾ ചെയ്തോളാമെന്നാണ് മെമ്പർ പറഞ്ഞത്. അതിനുശേഷം ഞാൻ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെത്തി ഇവിടുത്തെ CI സാറിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ പോസ്റ്റ് നേരത്തെ കണ്ടായിരുന്നു. അപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിവരങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യതയും കൂടെ എനിക്കാണ്. കാരണം ഈ പോസ്റ്റ് ഇട്ട പ്രകാരം ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുകയും ഒരുപാട് ആൾക്കാർ നേരിൽ വിളിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ വിവരവുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോഴും ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. അപ്പം ഈ വിവരങ്ങൾ എല്ലാം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്.